കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ അത് ഇപ്പം വികസനമായാലും അതല്ലെങ്കിൽ സാംസ്കാരിക ചരിത്രമായാലും നാടകവും സിനിമയും എന്ത് പറയുമ്പോഴും കൊല്ലത്തെ ഒരു ടച്ച് ഉണ്ട്, ഒരു പങ്കുണ്ട്. തീർച്ചയായും ഇത് ഇതിഹാസ കലാകാരന്മാരുടെ ഒരു മണ്ണാണ് കൊല്ലം. ഇതിഹാസ തുല്യമായ ജീവിതം നയിച്ച നേതാക്കന്മാരുടെ ഒരു മണ്ണാണ്. അതുകൊണ്ട് നമ്മൾ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, അത് ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും അവർക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണാണ്. അതുകൊണ്ട് കൊല്ലത്തെ നമ്മൾ ആ അർത്ഥത്തിൽ വിലയിരുത്തുമ്പോൾ ഇത്തവണ കൊല്ലം ആർക്കൊപ്പം നിൽക്കും എന്നത് തന്നെയാണ് ചോദ്യം. കൊല്ലം ഇത്തവണ ആർക്കൊപ്പം? പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നമുക്കറിയാവുന്ന പോലെ 11 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇതിൽ എക്കാലത്തും ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇടത് കോട്ട എന്നാണ് കൊല്ലത്തെ അറിയപ്പെടുന്ന പോലെ ഇടതുപക്ഷത്തിന് അവിടെ ശക്തമായ സ്വാധീനമുള്ള അവർക്ക് മത്സരം നടക്കും. ഈ നമ്പർ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ വെച്ച് നോക്കുമ്പോൾ ആകെ കൊല്ലത്ത് 11 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് 2021 ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 9 എന്ന് കാണുമ്പോൾ നമുക്കത് വലിയ ഒരു മാർജിനാണ് തോന്നുന്നു. പക്ഷേ ആ 9 കിട്ടിയത് പല മണ്ഡലങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതായത് ഒരു ചെറിയൊരു തീപ്പൊരി വീണാൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സീറ്റുകൾ മാറി മറിയാം. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ മണ്ഡലത്തെ കാണുന്നത്. എന്തായാലും NDAക്ക് വലിയ സ്വാധീനമൊന്നും കൊല്ലത്തില്ല. പക്ഷേ ചാത്തന്നൂരിൽ ഒരു 2ാം സ്ഥാനം എന്നത് മാത്രമാണ് കൊല്ലത്തിൽ NDAക്ക് അവകാശപ്പെടാനുള്ള ഒരു കാര്യം. നമുക്ക് ഓരോ മണ്ഡലത്തെയും വിശദമായി പരിശോധിക്കാം. ഇനിയിപ്പം ഓരോ സ്ഥലത്തേക്കും പോയേക്കാം അല്ലേ? ഓരോ മണ്ഡലങ്ങൾ, അത് നമുക്ക് 11 മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ 11 മണ്ഡലത്തിൽ 9 മണ്ഡലങ്ങൾ അത് ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നു. 2 UDF-നൊപ്പവും NDAക്ക് ഇതുവരെ അവിടെ വേര് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യത്തെ മണ്ഡലം പരിശോധിക്കുമ്പോൾ അത് കൊല്ലത്ത് നിന്ന് തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. കാരണം കൊല്ലം നഗരത്തിൽ തന്നെയുള്ള മണ്ഡലം. ഇത്തവണ കൊല്ലത്ത് അത് കഴിഞ്ഞ തവണ അത് മുകേഷ് മത്സരിച്ച് ജയിച്ച ഒരു സ്ഥലമാണ്. അവിടെ കൊല്ലം മണ്ഡലത്തിന്റെ കണക്കുകളിലേക്ക് നമുക്ക് പോയാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. 2072 വോട്ടുകൾക്ക് ജയിച്ച ഒരു മണ്ഡലം. ജയമോഹൻ CPIM-ന് വേണ്ടി, ബിന്ദു കൃഷ്ണ ഈ കണക്കുകൾ നമുക്ക് കാണാം. കാരണം പ്രതാപ് കുമാർ BJP. ഈ കണക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. 2072 വോട്ടുകൾക്കാണ് മുകേഷ് കഴിഞ്ഞ തവണ. അത് ഒരു അവസാന ഘട്ടത്തിൽ ജയിച്ചു പോയി എന്ന്. പക്ഷെ അന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം മുകേഷിന്റെ വിവാദങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. എന്തായാലും മുകേഷ് 2 തവണ അത് ടേം പൂർത്തിയാക്കിയതിനു ശേഷം മുകേഷിന് എന്തായാലും ഒരു അവസരം കിട്ടി മാറ്റിയെന്ന് തന്നെ പറയാം. ജയമോഹനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കശുവണ്ടി കോർപ്പറേഷന്റെ ചെയർമാനായി 10 വർഷം പ്രവർത്തിച്ച ആളാണ്. ബിന്ദു കൃഷ്ണ കഴിഞ്ഞ തവണ മുകേഷിനെതിരെ ഏറ്റവും മികച്ച പോരാട്ടം നടത്തിയ ഒരു നേതാവാണ്. തീർച്ചയായും അത് ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ വിജയിക്കുകയും UDF സർക്കാർ വരികയും ചെയ്താൽ ഒരുപക്ഷെ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു വനിതാ നേതാവാണ് ബിന്ദു കൃഷ്ണ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതാപ് കുമാർ ആ അർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊല്ലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ജയമോഹന്റെ കാര്യം, അത് ജയമോഹനെ CPIM ഇറക്കിയിരിക്കുന്നത് തന്നെ ഒരുപക്ഷെ ആ മണ്ഡലം ആ അർത്ഥത്തിൽ തൊഴിലാളികൾ ഒരുപാടുള്ള ഒരു മണ്ഡലം എന്ന അർത്ഥത്തിൽ കൂടിയാണ്. ആ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ ജയമോഹന് സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും. ഇനിയിപ്പോ നമുക്ക് നേരെ കൊട്ടാരക്കരയിലേക്ക് പോകാം. കൊട്ടാരക്കരയിൽ ഇത്തവണ കുറച്ച് പ്രവചനാതീതമാണല്ലേ രജേശ്വരൻ? മാത്രമല്ല പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും ഇടതുപക്ഷത്തിനൊപ്പം നിന്നയാൾ UDF-ന് ഐക്യജനാധിപത്യം. ഒരുപക്ഷെ കൊട്ടാരക്കരയെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ആ അർത്ഥത്തില്ല. കാരണം ധനമന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ ബാലഗോപാലിന്റെ പ്രകടനം നമുക്കറിയാം. അത് മികച്ച ഒരു പ്രകടനം നടത്തിയ ഒരു ധനമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഈസി വോക്ക് ഓവർ കിട്ടുന്നില്ല എന്നുള്ളതാണ് ആ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഐഷ പോറ്റിയെ പോലെ ഒരാൾ വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം രശ്മി വരുന്നതും, രശ്മിയുടെ കാര്യം പറയണം. കാരണം കഴിഞ്ഞ വട്ടം 2021 UDF-ന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു മികച്ച പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്തു. 57,000-ൽ ചില്ലുവാനും വോട്ട് നേടി. അതോടൊപ്പം 10,000 വോട്ടിലേക്ക് മാത്രം 10,814 എന്നതാണ് ആ സംഖ്യ. ആ സംഖ്യയിലേക്ക് മാത്രം ബാലഗോപാലിനെ പോലെ ഒരു കരുത്തനായ ഒരാളെ, അത് ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന വളരെ കരുത്തനായ ഒരു നേതാവിനെ ഒതുക്കാൻ കഴിഞ്ഞ ഒരാളാണ് രശ്മി. രശ്മി എന്തായാലും ഇത്തവണ BJP സ്വന്തം പാളയത്തിൽ രശ്മിക്ക് അവിടെ എത്ര കണ്ടൊരു ഫൈറ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കാത്തിരുന്നറിയാം. ഇനിയിപ്പോ കൊട്ടാരക്കരയിൽ നമ്മൾ നേരെ പോകുന്നത് KB ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരത്തെ. KB ഗണേഷ് കുമാറിന്റെ മണ്ഡലം എന്ന് പറയാനുള്ള കാരണം അവിടെ KB ഗണേഷ് കുമാറാണ് സിറ്റിംഗ് MLA. അത് മാത്രമല്ല 2001 മുതൽ അവിടെ ഒരു പേര് മാത്രമേ ഉള്ളൂ, KB ഗണേഷ് കുമാർ. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് KB ഗണേഷ് കുമാറിനെയും കേരള BA ഒക്കെ സംബന്ധിച്ച് നിർണയം. കാരണം ഗണേഷ് കുമാറിനെ അവിടെ എന്തെങ്കിലും പറ്റിപ്പോയാൽ പാർട്ടിയില്ല.
അതെ, ആർത്തം ഒന്ന്. രണ്ടാമത്തത് ഈ വിവാദത്തിന്റെ പേരിലാണ് ഈ തോൽവി എന്നത് കൂടി ഗണേഷ് കുമാർ തിരിച്ചറിയും. പലപ്പോഴും ഇതിന് മുൻപും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം, പക്ഷേ എടുത്തു പറയേണ്ടത് ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായി അവിടെ കൊണ്ട് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ഞാൻ ഇന്നിപ്പം ഒരു ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ജ്യോതികുമാർ ചാമക്കാല ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം കയറാത്ത കല്യാണങ്ങളില്ല, പോകാത്ത മരണവീടില്ല, പങ്കെടുക്കാത്ത പൊതുപരിപാടിയില്ല, അത്രയധികം ആ മണ്ഡലം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുൻപ് തന്നെ പല സ്ഥാനാർത്ഥികളും ഈ ആഗ്രഹം കൊണ്ട് പോസ്റ്ററും നോട്ടീസും ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ഒരുപക്ഷെ പാർട്ടി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം ജ്യോതികുമാറും സമാനമായി തന്നെ ഭൂരിപക്ഷം പലപ്പോഴും നമുക്ക് അത് ഒരു കോട്ടയല്ല എന്ന് തോന്നുമെങ്കിൽ കൂടി KB ഗണേഷ് കുമാർ മത്സരിക്കാൻ വരുമ്പോൾ അത് വിജയിക്കുന്നതാണ്. ജനകീയ മുഖമുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് KSRTC ഇപ്പൊ ഇന്ന് പോലും ഈ KSRTCയുടെ ലാഭത്തിന്റെ കണക്കാണ് മാർച്ച് മാസത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ്. ഇപ്പം KB ഗണേഷ് കുമാർ നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഏത് മന്ത്രിസഭയുടെ ഭാഗമായി KB ഗണേഷ് കുമാർ വന്നിട്ടുണ്ടെങ്കിലും ഭരിച്ച വകുപ്പുകൾക്ക് ഒരു ലിഫ്റ്റ് ചെയ്തൊരു തീർച്ചയായും അദ്ദേഹത്തിന് അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ഈ നമ്മൾ KSRTCയുടെ പറയുമ്പോൾ 2.5 വർഷം മാത്രമേ KB ഗണേഷ് കുമാറിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. 2.5 വർഷം കൊണ്ട് ഈ ഒരു മാറ്റം ഉണ്ടാക്കിയത് അത് വലിയ നേട്ടം തന്നെയാണ്. നമുക്ക് കുണ്ടറയിലേക്ക് കൂടി പോയാൽ, അത് കുണ്ടറ എഴുതി തള്ളേണ്ട ഒരു മണ്ഡലമല്ല. കാരണം അവിടെ വിഷ്ണുനാഥ് ജയിച്ചു എന്നത് മാത്രമല്ല, അത് ഒരു ഇടത് കോട്ടയായി സമീപകാലത്തൊക്കെ ഇടത് കോട്ടയായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് മേഴ്സിക്കുട്ടിയമ്മയെ പോലെ 30,000 വോട്ടിന് വോട്ടിന് ജയിച്ചിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു. അങ്ങനെ മന്ത്രിയായ ഒരാളാണ്, മുൻപ് അവിടെ മത്സരിച്ച് ജയിച്ച ആളാണ്. അത്രമാത്രം സ്വാധീനമുള്ള ഒരു നേതാവിനെ ഒരു വിവാദത്തിന്റെ പേരിൽ ഇടത് തരംഗത്തിന്റെ സമയത്ത് തോൽപ്പിച്ച ആളാണ്. അതുകൊണ്ട് ആ മണ്ഡലത്തെ എടുത്തു പറയേണ്ട. തുടക്കം മുതൽ തന്നെ PC പറയുന്നുണ്ട്, കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഹലോ മലയാളത്തിൽ തന്നെ വന്നിട്ട് മറ്റൊരു രസകരമായ കണക്ക് നമുക്ക് മേഴ്സിക്കുട്ടിയമ്മ മാറി അവിടെ സജി കുമാർ വരുന്നു. കാരണം ആ അർത്ഥത്തിൽ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റും എന്ന് CPM കണക്കുകൂട്ടിയാണ്. മറ്റൊന്ന് നമുക്കറിയാം, റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് താരമാണ്. അദ്ദേഹം അലറിയൊക്കെ പ്രചാരണമൊക്കെ നടത്തുന്നത് നമ്മൾ പ്രചാരണത്തിലെങ്കിലും അത് ഇതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ജെൻസി വോട്ടുകൾ കൂടിയൊക്കെ വരില്ല. ഇപ്പൊ റോബിൻ രാധാകൃഷ്ണനൊക്കെ സോഷ്യൽ മീഡിയയിൽ വൻ താരങ്ങളാണ്. ഏറ്റവും ശ്രദ്ധേയമാകുന്നതാണ്, കാരണം ആ വോട്ട് ഭൂരിപക്ഷം നമ്മൾ ശ്രദ്ധിക്കണം, 4523 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് ഈ കൊല്ലം മുഴുവൻ പരിശോധിക്കുമ്പോഴും അങ്ങനെ എല്ലാം ഈ ഒരു 6 മണ്ഡലത്തിലെങ്കിലും ആ കാര്യം നമുക്ക് കാണാം. ഇതിൽ റോബിൻ പിടിക്കുന്ന വോട്ട് ഈ 2 സ്ഥാനാർത്ഥികൾക്കും വളരെ നിർണായകമാകും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജെൻസി വോട്ട് ഈ റോബിന് പിടിക്കാൻ പറ്റുമോ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ള ഇടപെടൽ അത് BJPക്ക് ഗുണമാകുമോ എന്നതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. നിലവിലെ ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ കുണ്ടറയിൽ നമ്മൾ നോക്കിയാൽ PC വിശ്വനാഥും അതേപോലെ തന്നെ സജി കുമാറും തമ്മിലാണ് പോരാട്ടം. പക്ഷേ ഈ വോട്ട് BJP പിടിക്കുന്ന എത്ര വോട്ട് പിടിക്കാൻ പറ്റും, BJPയുടെ കോർ വോട്ട് മാത്രമല്ല എന്നുള്ളതാണ് അതിലെ ഇനി കഴിഞ്ഞ വട്ടം UDF വീണ്ടും മികച്ചൊരു കുണ്ടറ കഴിഞ്ഞാൽ പിന്നീട് UDFന് പറയാൻ പറ്റുന്നത് കരുനാഗപ്പള്ളിയുടെ കണക്കുകൾ നമുക്ക് ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് CR മഹേഷ് MLA, നിലവിലുള്ള MLA, അതോടൊപ്പം MS CPIക്ക് വേണ്ടിയിട്ട്, പിന്നീട് VS ജിതിൻ ദാസ് ആണ് BJPക്ക്. കഴിഞ്ഞ തവണ വിജയം CR മഹേഷിനൊപ്പമായിരുന്നു. അവിടെയാണ് നമ്മൾ പറയേണ്ടത്, ഇടത് തരംഗമുണ്ടായ ഒരു സമയത്ത് ഇടത് കോട്ടയായ ഒരു ജില്ലയിൽ 29,000 ഭൂരിപക്ഷത്തിന് CR മഹേഷ് ജയിക്കുന്ന ഒരു കാരണം അദ്ദേഹം അതിന് തൊട്ട് മുൻപ് പരാജയപ്പെട്ടപ്പോൾ ഒരു രസകരമായ ഒരു കാര്യം അദ്ദേഹത്തിന് തന്നെ മറ്റൊരു അവസരത്തിൽ പറഞ്ഞതാണ്. അതായത് ആ തോൽവി ഉണ്ടായ ദിവസം അദ്ദേഹം ഒരു കല്യാണ ചടങ്ങിലേക്ക് പോയി. ആ കല്യാണ ചടങ്ങിന് പോയി അവിടെ നിന്ന് ആളുകൾക്കിടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ അദ്ദേഹത്തെ നോക്കി അങ്ങ് പൊട്ടിക്കരഞ്ഞു, കാരണം വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, ഇവിടെ നിന്നാൽ ഇനി എനിക്ക് ഇവിടെ സ്കോപ്പ് ഉണ്ടെന്ന് തിരിച്ചറിയുകയും 5 വർഷം അദ്ദേഹം മികച്ച പ്രകടനത്തോടെ അവിടെ തീർച്ചയായും ആ വിജയം ഇത്തവണ ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് അവർ നോക്കുന്നത്. പക്ഷേ MS താരയെ പോലെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെ CPI അവിടെ നിർത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് കുന്നത്തൂരിലേക്കാണ്. കുന്നത്തൂരിലേക്ക് പോയാൽ കോവൂർ കുഞ്ഞിമോൻ RSPക്ക് വേണ്ടി ഇതിൽ വളരെ രസകരമാണ്. നമ്മൾ KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്, കുന്നത്തൂരിൽ ആര് എന്ന് ചോദിച്ചാൽ കോവൂർ കുഞ്ഞിമോൻ എന്ന വാക്കാണ്. പക്ഷേ കോവൂർ കുഞ്ഞിമോൻ പല അവസരങ്ങളിലും ഈ തോൽവിക്ക് തൊട്ട് അവസാനം വരെ തോൽവി ഇപ്പോൾ തോക്കും എന്ന് പറഞ്ഞു നിൽക്കും. പക്ഷേ എങ്ങനെയെങ്കിലും ജയിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടു. 790 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ തവണ ആരൊക്കെ മത്സരിച്ചോ അവരൊക്കെ തന്നെയാണ് 3 പേരും ഒരേപോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ കോവൂർ കുഞ്ഞിമോൻ RSPക്ക് വേണ്ടിയിട്ട്, അഡ്വക്കേറ്റ് ഉല്ലാസ് കോവൂർ, രാജീവ് പ്രസാദ് BJPക്ക് വേണ്ടി. എന്തായാലും 3 പേരും കഴിഞ്ഞ തവണയും മത്സരിച്ചപ്പോഴും അവർക്ക് പിടിക്കാൻ പറ്റുന്ന പരമാവധി വോട്ട് പിടിച്ചു. ഉല്ലാസ് കോവൂരിന്റെ കാര്യത്തിൽ ഇത്തവണ വരുമ്പോൾ ഉല്ലാസ് കോവൂർ കുറച്ചുകൂടി അവിടെ കോവൂർ കുഞ്ഞിമോനെ വീഴ്ത്തും എന്നൊരു
എന്നൊരു പ്രതീക്ഷ UDF നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം. തീർച്ചയായും പിന്നെ പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ LDF-ന്റെ ഇടയിൽ നിന്ന് കോവൂർ കുഞ്ഞുമോനെ മാറ്റണം എന്ന ആവശ്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം എന്നുള്ള ഒരു കാര്യം, ഇത്രയും തുടർച്ചയായി ജയിച്ച ഒരാളെ, പ്രത്യേകിച്ച് ഒരു ഘടകകക്ഷിയെ മാറ്റേണ്ടതില്ല, അത്തരം ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല. ഒരുപക്ഷെ കോവൂർ കുഞ്ഞുമോനെ മാറ്റിയാൽ മറ്റെന്തെങ്കിലും ഒരു വിസ്മയം ഉണ്ടാകുമോ എന്ന് കൂടി LDF കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ തരത്തിൽ പ്രത്യേകിച്ച് RSP പിളർന്ന സമയത്ത് RSPയുടെ കൂടെ പോകാതെ LDF-നൊപ്പം ഉറച്ചു നിന്ന ഒരാൾ കൂടിയാണ്. ആ അർത്ഥത്തിൽ കൂടിയാണ് കോവൂർ കുഞ്ഞുമോന് ഇത്തവണ അവസരം കൊടുത്തത്. കഴിഞ്ഞ തവണ മന്ത്രിയാക്കണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു കോവൂർ കുഞ്ഞുമോൻ. ഇത്തവണ ജയിച്ചാൽ ഉറപ്പായും ആ ആവശ്യവുമായി നോക്കാം ആരാണ് അവിടെ ജയിച്ചു വരാൻ നോക്കാം. രജീഷ്, ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലം ഏതാണ്? പുനലൂരാണ്. ഇന്നലെയും ഇന്നും ഒക്കെ 37 ഡിഗ്രിക്ക് മേലെയാണ് പുനലൂരിലെ ചൂട്. പക്ഷേ അവിടെ രാഷ്ട്രീയ ചൂടും ഇരട്ടിയാണ്. നമ്മളിന് നേരെ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പുനലൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കാണ്. അവിടെ അജയ് പ്രസാദ് CPIക്ക് വേണ്ടി, നൗഷാദ് യൂനുസ് കോൺഗ്രസിന് വേണ്ടി, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് B രഘുനാഥൻ പിള്ളയാണ് 2020 സ്ഥാനാർത്ഥിയാണ്. NDAയുടെ കഴിഞ്ഞ തവണ സുബാല് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച, ഒരുപക്ഷെ കൊല്ലത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം 37,057. കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ജയിച്ച മണ്ഡലമാണ്. പിന്നെ അദ്ദേഹം തുടർച്ചയായി ആ അർത്ഥത്തിൽ CPI കണക്കൂട്ടുന്ന ഒരു പുതിയ ഒരു മുഖത്തെ വേണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് PS സുബാൽ. പക്ഷേ സുബാലിനെ മാറ്റി അവിടെ അജയ് പ്രസാദിനെ മത്സരിപ്പിക്കുകയാണ്. എന്തായാലും നൗഷാദ് യൂനുസ് ഒരു മികച്ച മത്സരം കൊടുക്കും എന്ന് തന്നെ വിചാരിക്കുകയാണ്. പക്ഷേ 2020 ഇത് അപ്രതീക്ഷിതമായി വന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഇത്തവണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് 2020യിലേക്ക് വരുന്നത്. പിന്നെ ആ കൊല്ലത്ത് ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പുനലൂരിൽ ആ അർത്ഥത്തിൽ ഒരു വലിയ പ്രതീക്ഷയൊന്നും 2020 വെച്ച് പുലർത്തുന്നില്ല. പക്ഷേ മത്സരം എന്തായാലും കോൺഗ്രസും CPIയും തമ്മിൽ തന്നെയായിരിക്കും. അത് ഒരു കോട്ടയിൽ എന്തെങ്കിലും വിള്ളൽ വീഴ്ത്താൻ പറ്റുമോ എന്നത് മാത്രമാണ്. ഇനി നേരെ ചടയമംഗലത്തിലേക്ക് പോവാം. മന്ത്രിയുടെ മണ്ഡലമാണ്, ചിഞ്ചുറാണിയുടെ മണ്ഡലമാണ്. ചിഞ്ചുറാണി വീണ്ടും തിരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ്. ജയചിഞ്ചുറാണി തന്നെയാണ് CPIക്ക് വേണ്ടി ഈ മത്സര രംഗത്തേക്ക് ചടയമംഗലത്തിൽ നിന്നുള്ളത്. MM നസീർ കോൺഗ്രസിന് വേണ്ടി, RS അരുൺ രാജാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിനൊന്നല്ല എങ്കിലും ഒരു 5 അക്കം കടന്ന ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ വട്ടവും ചിഞ്ചുറാണി. പക്ഷേ ചിഞ്ചുറാണിയുടെ മന്ത്രിയായതിനു ശേഷമുള്ള ചിഞ്ചുറാണിയുടെ പെർഫോമൻസ് അവിടെ നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ വലിയ വിവാദങ്ങളിലേക്ക്, നമ്മൾ പലപ്പോഴും മന്ത്രിമാരെ പറയുമ്പോൾ അതാണല്ലോ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിൽപ്പെട്ടോ, ആ അർത്ഥത്തിൽ വിവാദങ്ങളിൽ മണ്ഡലത്തിൽ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന രീതിയിൽ കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മിൽമയുടെ ഒക്കെ പാൽവില കൂട്ടും എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചിഞ്ചുറാണിക്ക് അത്തരം സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു, ഏത് രീതിയിലാണ് പോകേണ്ടത് പല അവസരങ്ങളിൽ. അതുകൊണ്ട് വലിയ മോശം പറയാൻ ഇല്ലാത്ത തരത്തിൽ ചിഞ്ചുറാണി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ MM നസീറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ കോൺഗ്രസിന്റെ ഒരു കാര്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇരവിപുരത്തേക്ക് പോകാം. അതൊരു CPIഎമ്മിന്റെ ഒരു കോട്ട എന്ന് പറയാം. CPIഎമ്മിന്റെ കോട്ടയാണ്, നൗഷാദിന്റെ കോട്ടയാണ്. എന്തായാലും നൗഷാദ് കഴിഞ്ഞ തവണ ജയിച്ച മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ച സ്ഥലമാണ്. 28,121 അടുത്തേക്ക് പോകുന്ന ഒരു ഭൂരിപക്ഷം. നൗഷാദ് എന്തായാലും നല്ല പെർഫോമൻസ് നടത്തിയ ഒരാൾ കൂടിയാണ്. നിയമസഭയിൽ സ്ഥാനാർത്ഥികളെ നോക്കാം. നൗഷാദാണ് CPIഎമ്മിന് വേണ്ടി, അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ RSPക്ക് വേണ്ടി, അതേപോലെ സജി D ആനന്ദ് BDJസിന്. ഈ അഡ്വക്കേറ്റ് വിഷ്ണു മോഹനൊക്കെ നമുക്കറിയാം RSPക്ക് ഇവിടെയാണ് നമ്മുടെ പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് RSPക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു. അവരുടെ സമാനമായി പ്രശ്നങ്ങളൊക്കെ ഷിബു ബേബി ജോണിന്റെ ഒറ്റയാളുടെ നിർബന്ധത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആളാണ് വിഷ്ണു മോഹൻ. ഇപ്പം അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ എങ്ങനെ RSP ചിന്തിക്കും എന്നൊരു കാര്യം കൂടി നോക്കണം. കാരണം ഒരു വിള്ളൽ അവിടെ ഉണ്ടായോ ഇല്ലയോ? പക്ഷേ എനിക്ക് തോന്നുന്നത് UDF-ന് ഇനി അങ്ങനെ ഒരു ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ ഇവിടെയും പരാജയപ്പെട്ടാൽ RSPക്ക് തീരെയില്ല. കാരണം RSP എന്ന രാഷ്ട്രീയ പാർട്ടി അത് വീണ്ടും ചുരുങ്ങി പോവുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു ഘട്ടവും കൂടിയാണ്. അടുത്ത മണ്ഡലം കൂടി നമുക്ക് ഇനിയിപ്പോ നമ്മൾ നേരെ പോകുന്നത് ചവറയിലേക്കാണ് പോകുന്നത്. ചവറയിലേക്ക് പോയാൽ നമുക്ക് അറിയാവുന്ന പോലെ സുജിത് വിജയൻ പിള്ളയാണ് LDF-ന് വേണ്ടി ഇത്തവണയും നമ്മൾ നേരത്തെ പറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. വിജയൻ പിള്ളയുടെ ഒരു മണ്ഡലം നിലനിർത്താൻ വേണ്ടി മകൻ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയെ കൊടുക്കാൻ ഷിബു ബേബി ജോൺ ഉണ്ട്. RSPക്ക് വേണ്ടി KR രാജേഷാണ് BJPക്ക് മത്സരിക്കും. ഇവിടെ ശ്രദ്ധേയമാകുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം ഷിബു ബേബി ജോൺ മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം മുൻ മന്ത്രിയാണ്, ആ അർത്ഥത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. മണ്ഡലത്തെ അത് വലിയൊരു മത്സരം. പക്ഷേ സുജിത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മോശം ഒരു MLA ആയിരുന്നില്ല. പക്ഷേ MLA എന്ന തരത്തിൽ ഒരുപക്ഷെ നിയമസഭയിലൊന്നും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ മണ്ഡലത്തിൽ അറിയാവുന്ന ആ തരത്തിൽ ഇടപെട്ട ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഷിബു ബേബി ജോൺ ഇത്തവണയും പ്രവചിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്, ഒരു ഡൗട്ട് ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇനി നേരെ ചാത്തന്നൂരിലേക്ക് വന്നാൽ ചാത്തന്നൂർ മണ്ഡലത്തിൽ R രാജേന്ദ്രനാണ് CPIക്ക് വേണ്ടി ചാത്തന്നൂർ മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സര രംഗത്തേക്കുള്ളത്
സൂരജ് രവിയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബി ഗോപകുമാർ BJP ക്ക് വേണ്ടി മത്സരിക്കുന്നു. ഒരുപക്ഷെ ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലം എന്ന അർത്ഥത്തിൽ കൂടിയാണ്. കാരണം BJP-ക്ക് നമ്മൾ പലപ്പോഴും ഇടതുകോട്ടയിൽ മറ്റാരും വരില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പക്ഷേ ഇത് ഒരിടത്ത് മാത്രമല്ല രുചിച്ച് നമ്മൾ 2-3 ഇടത്ത് നോക്കുമ്പോഴത്തേനും ഈ BJP-യും തൊട്ട് മുന്നിലുള്ള ആളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ ചെറുതാണ്. വളർത്തുന്നുണ്ട് കൃത്യമായി വോട്ട് വ്യത്യാസം ഇടവേളകളിൽ വളർത്തുന്ന ഒരു കാര്യം അത് കൊല്ലത്തും കാണാം എന്നുള്ളതാണ്. പക്ഷേ ചാത്തന്നൂരിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്ത്. നമുക്കറിയാം പലപ്പോഴും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 20ഓളം മണ്ഡലങ്ങളിൽ BJP 1-2 സ്ഥാനങ്ങളിൽ ഉണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു മണ്ഡലമായി ചാത്തന്നൂരിനെ കണക്കാക്കാം. കാരണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ പോരാട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുക, അതും കൊല്ലം പോലൊരു സ്ഥലത്ത് എത്തുക എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ പെർഫോമൻസ് ആണ്. പക്ഷേ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ രാജേന്ദ്രൻ മത്സരിക്കുന്നു. ജയലാൽ തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ആളാണ്. പക്ഷേ ഏറ്റവും അവസാനം 17,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയലാൽ കഴിഞ്ഞ വട്ടം 2021-ൽ GS ജയലാൽ ജയിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരപ്പം കൊല്ലത്തെ 11 ഇടങ്ങളും നമ്മളിപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞു. കൊല്ലം ഇടതുകോട്ടയെന്ന് വിശേഷിപ്പിക്കുമ്പോഴും വോട്ട് കണക്കിൽ വലിയ മാറ്റങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതാണ് എടുത്തു പറയേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഒരു ചരിത്രത്തിൽ ആദ്യമായി UDF ആ കോർപ്പറേഷൻ പിടിക്കുകയാണ്. അതൊരു ഇടതുകോട്ട എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ ഭരണത്തിന്റെ. പക്ഷേ ഇപ്പം വാർഡ് തലത്തിൽ നമ്മൾ ഈ വോട്ടൊക്കെ വിഭജിച്ച് നോക്കുമ്പോഴത്തേനും LDF-ന്റെ വോട്ട് അധികം പോയിട്ടില്ല. പക്ഷേ UDF നല്ല പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ഇത് വിലയിരുത്തുമ്പോൾ യുവാക്കളെയും അതായത് വിദ്യാർത്ഥികളെ യൂത്ത് കോൺഗ്രസിന് പ്രത്യേകിച്ച് അത് കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അല്ലാതെ ഏതെങ്കിലും ആളുകളെ വെച്ചുകൊണ്ട് ഒരു വെറുതെ മത്സരിക്കുക എന്നുള്ളതായിരുന്നില്ല. വളരെ പ്ലാൻഡ് ആയി കോൺഗ്രസ് ആ വർക്ക് ചെയ്തു. കോൺഗ്രസ് അത് വർക്കാവുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൊല്ലത്തെ ഗതി ആര് നിർണ്ണയിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. കൊല്ലത്തെ 6 മണ്ഡലങ്ങളിലെങ്കിലും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. തീർച്ചയായും ആ 6 മണ്ഡലങ്ങളെ പ്രത്യേകിച്ച് പരിശോധിക്കാമെന്ന് തോന്നുന്നു. കാരണം 4 മണ്ഡലങ്ങളിൽ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 5000-ൽ താഴെ വോട്ടുകളുള്ള 4 മണ്ഡലങ്ങളുണ്ട്. പിന്നീട് 2 മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ കൊല്ലം ജില്ലയിലെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഏതെന്നും കൂടെ നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ നോക്കുന്നു ഇഞ്ചോടിഞ്ചിൽ ആര്. തീർച്ചയായും രുചീഷ് രവീന്ദ്ര, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനം ഒന്ന് കൊല്ലം തന്നെയാണ്. കൊല്ലത്തെ ആ മത്സരം നമുക്ക് ആ കണക്കുകളിൽ അതെ നമ്മുടെ ചാർട്ട് തന്നെ കഴിഞ്ഞ വട്ടം എങ്ങനെയായിരുന്നു കൊല്ലം ചിന്തിച്ചത്, കൊല്ലത്തെ മുന്നണികളുടെ പെർഫോമൻസ് എന്താണെന്ന് വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജയിച്ച മുകേഷ് 58,520, അതായത് 44.86% വോട്ടോട് കൂടിയാണ് മുകേഷ് വിജയിച്ചത്. ബിന്ദു കൃഷ്ണ ഇത്തവണയുമുള്ള സ്ഥാനാർത്ഥിയാണ്. ബിന്ദു കൃഷ്ണ അന്ന് വലിയ ഒരു മത്സരം കൊടുത്തു. 43.27% വോട്ട് അവർ വാങ്ങി. 56,452 വോട്ട് സ്വന്തം. സുനിലായിരുന്നു BJP-ക്ക് വേണ്ടി കൊല്ലത്ത് കഴിഞ്ഞ 2021-ൽ 14,252 വോട്ടാണ് അദ്ദേഹം നേടിയത്. 10.93% വോട്ട് 11 അല്ലേ 11%. ഒരു ഭൂരിപക്ഷം കാണാം 2072 എന്ന വളരെ ചെറിയ ഭൂരിപക്ഷം. അതെ, വളരെ ചെറിയ ഭൂരിപക്ഷം, നേരിയ ഭൂരിപക്ഷത്തായിരുന്നു. ബിന്ദു കൃഷ്ണ അവിടെ ഒരു കട്ടയ്ക്ക് ഫൈറ്റ് കൊടുത്ത ഒരു സ്ഥലമായിരുന്നു കൊല്ലം. ഇത്തവണ വരുമ്പോഴും ആ ഫൈറ്റിന് ഒരു കുറവും ഉണ്ടാകില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ജയമോഹന്റെ സ്ഥാനാർത്ഥിത്വമാണ്. ജയമോഹൻ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മികച്ച പ്രകടനം നടത്തിയ ഒരാളാണ് ഈ കശുവണ്ടി കോർപ്പറേഷൻ എന്ന നിലയിൽ. നമ്മൾ കൊല്ലം പറയുമ്പോൾ കൊല്ലത്ത് തീരദേശ മേഖല, കശുവണ്ടി വ്യവസായം, അതെ ഈ തൊഴിലാളികൾ നിശ്ചയിക്കുന്ന കണക്കിരിക്കും. ഇപ്പൊ കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാനായിരുന്ന ഒരാൾ തൊഴിലാളികളുടെ പ്രത്യേകിച്ച് CITUവിന്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം കശുവണ്ടി കോർപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് 17 മാസത്തോളം ഈ കശുവണ്ടി വ്യവസായം ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ വലിയ ലാഭത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിയതിനു ശേഷം അതിനെ നേർക്കാഴ്ച അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങ് എത്രത്തോളം വൈകാരികമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് CPM അത് കണക്ക് കൂട്ടുന്നത്. കാരണം മുകേഷിന്റെ വിവാദങ്ങളെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള അർത്ഥത്തിലാണ് കാണുന്നത്. നമുക്ക് ബിന്ദു കൃഷ്ണയും എഴുതി തള്ളാൻ പറ്റുന്ന ഒരാളല്ല. ആ അർത്ഥത്തിൽ വലിയ പോരാട്ടം ഇതിൽ കാണാം. 2072 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുകേഷിനെ പോലെ ആളുകൾക്ക് അറിയാവുന്ന ഒരു വലിയ ഒരു നടൻ എന്ന അർത്ഥത്തിൽ കൂടി അറിയാവുന്ന ഒരാളെ തോൽപ്പിച്ചു എന്നതുകൂടി അവരെ എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. നമ്മൾ അടുത്ത മണ്ഡലം കൂടി പരിശോധിച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം. അത് ഇനി അടുത്തത് കൊല്ലം കഴിഞ്ഞാൽ ഇനി നമ്മൾ തൊട്ടടുത്ത് പോകുന്നത്
തൊട്ടടുത്ത് പോകുന്ന മണ്ഡലം കുണ്ടറയാണ്. കുണ്ടറയിൽ PC വിശ്വനാഥ്, അതായത് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച PC വിശ്വനാഥാണ് കഴിഞ്ഞ വട്ടം കുണ്ടറ പിടിച്ചത്. നമുക്കറിയാം നമ്മുടെ പൈ ചാർട്ട് കാണുമ്പോൾ തന്നെ എത്രയും വലിയൊരു വോട്ട് ശതമാനമാണ് അവർ നേടിയത്. വോട്ട് PC വിശ്വനാഥ് സ്വന്തമാക്കി. അതിൽ തന്നെ 76,405 വോട്ട്. സിറ്റിംഗ് മന്ത്രിയായിരുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു പോരാട്ടമായിരുന്നു. മേഴ്സിക്കുട്ടിയമ്മ അന്ന് സ്വന്തമാക്കിയ 71,852 വോട്ട്. വോട്ട് ശതമാനം 45.96% വോട്ട്. അതേപോലെ വനജ വിദ്യാധരൻ, അത് വലിയ സ്വാധീനം ഉണ്ടാക്കിയ ഒരു വോട്ടായിരുന്നില്ല. BDJ സ്ഥാനാർത്ഥിയായിരുന്നു. വളരെ നിസാരമായ ഒരു വോട്ട്, 3.9% വോട്ട് മാത്രമേ വനജയ്ക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നത് നമുക്കറിയാം. PC വിശ്വനാഥും ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ ആ വിവാദം കൊണ്ട് മാത്രം, പക്ഷേ ആഴക്കടൽ വിവാദം കൊണ്ട് ഇപ്പം തീരദേശ മേഖലയും കശുവണ്ടി തൊഴിലാളികളും ഒക്കെയും തീരുമാനിക്കുന്നത് പോലെയാണ്. അതാണ് ഒരു വിവാദം ഇത്രയും വലിയ തരംഗമുണ്ടായിട്ടും അവിടെ വലിയൊരു നേതാവിനെ തോൽപ്പിക്കാൻ കാരണമായെന്നതാണ് കുണ്ടറയുടെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ഒരു അട്ടിമറി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് മേഴ്സിക്കുട്ടിയമ്മയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി, ആ അർത്ഥത്തിൽ ഒരു മന്ത്രിയായി പെർഫോം ചെയ്ത ഒരാൾ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇത്തവണ നോക്കാം എങ്ങനെയാണ് പക്ഷെ കുണ്ടറ തിരിച്ചു പിടിക്കുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ CPM ഉണ്ട്. അപ്പം അത് നോക്കി കാണാം. PC വിശ്വനാഥനാണെങ്കിലും അവിടെ കുറ്റം പറയാൻ ഒന്നുമില്ല. വളരെ MLA എന്ന രീതിയിൽ വലിയ പെർഫോമൻസ്, നിയമസഭയിലും മികച്ച പെർഫോമൻസ് നടത്തിയ ഒരാൾ. മാത്രമല്ല ഇത്തവണ അദ്ദേഹത്തിന്റെ ഗ്രാഫ് മാറുന്നു. കോൺഗ്രസിന് ഏറ്റവും ഉയർന്ന നേതാവിൽ ഒരാൾ കൂടിയാണ് PC വിശ്വനാഥ്. അത്രയും ഒരു വോയിസ് ഉള്ള ഒരു നേതാവാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കാം. ഇനിയിപ്പോ നേരെ നമ്മൾ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോലെ, അത് കുന്നത്തൂരാണ്. കുന്നത്തൂർ നമ്മൾ നേരത്തെ പറഞ്ഞു. അത് കുന്നത്തൂരാണെന്ന് വെച്ചാൽ ഒറ്റപ്പേരുള്ളത് കോവൂർ കുഞ്ഞുമോൻ. രണ്ട് RSP മത്സരിക്കുന്ന സ്ഥലമാണ്. കാരണം RSP ലെനിസ്റ്റും മത്സരിക്കുന്ന സ്ഥലമാണ്. എന്തായാലും RSP എല്ലിന്റെ ഭാഗമായി കോവൂർ കുഞ്ഞുമോൻ കഴിഞ്ഞ തവണ 43.13% വോട്ടാണ് നേടിയത്. ഉല്ലാസ് കോവൂർ തന്നെ ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. ഉല്ലാസ് കോവൂർ തന്നെയായിരുന്നു കഴിഞ്ഞ വട്ടവും. ഉല്ലാസ് കോവൂർ നേടിയത് 41.40% വോട്ടാണ് നേടിയത്. രാജീവ് പ്രസാദ് ഒരു മികച്ച പ്രകടനം. BJPയുടെ ഒരു കാര്യത്തിൽ മികച്ച 21,000 മുകളിലേക്ക് 22,000 വോട്ടോളം നേടി. 21,760 വോട്ട് നേടി. 13.52% വോട്ട് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഭൂരിപക്ഷം നമ്മൾ കാണണം. 2,790 വോട്ടിന്റെ മാത്രം. അതായത് BJP ഒരു 2,000 മറ്റോ വോട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈ സ്ഥാനാർത്ഥികളെ ബാധിക്കും എന്ന അർത്ഥത്തിൽ വേണം നമ്മൾ കഴിഞ്ഞ വട്ടത്തെ സെയിം പാനൽ തന്നെയാണ് അവർ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇവരിൽ ഏത് തരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏത് തരത്തിൽ കുറച്ച് വോട്ടുകൾ മാത്രം മാറി മറിഞ്ഞാൽ പോലും ഒരുപക്ഷെ ഒരു വോട്ട് 2 വോട്ടിന്റെ ഗുണം ചെയ്യും എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഒരു വോട്ട് കിട്ടിയാൽ അത് 2 വോട്ടിന്റെ ഗുണം ചെയ്യും എന്ന് പറയുന്നത് പോലെ ആര് പിടിക്കും ഈ വോട്ട് എന്നുള്ളത് നോക്കാം. ഇനിയിപ്പം അടുത്ത കുന്നത്തൂർ കഴിഞ്ഞാൽ നേരെ വരുന്ന ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലം ചവറയാണ്. ചവറയിൽ വരുമ്പോൾ സുജിത് വിജയൻ പിള്ള LDFന് വേണ്ടി അദ്ദേഹം 63,282 വോട്ട്, 44.29% വോട്ട് നേടി. ഷിബു ബേബി ജോൺ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി ഇത്തവണയും അദ്ദേഹം തന്നെ മത്സരിക്കുന്നു. 43.52% വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ഷിബു ബേബി ജോൺ നേടിയത്. വിവേക് ഗോപനായിരുന്നു BJPക്ക് വേണ്ടി മത്സരിച്ച അദ്ദേഹം 9.10% ഒരു മത്സരം അദ്ദേഹവും കൊടുത്തു. അവിടുത്തെ ഭൂരിപക്ഷവും 1000. അതെ, എങ്ങനെ വേണമെങ്കിലും മാറാവുന്ന സാധനമാണ്. 1000 വോട്ടൊക്കെ. അതുകൊണ്ടാണ് ഈ കൊല്ലത്തിന്റെ പ്രത്യേകത ഈ പറയുന്നത്. ഇഞ്ചോടിഞ്ച് നമ്മൾ പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഒരാൾക്കും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയ വിവാദം ഉണ്ടായാൽ പോലും, ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ പുറപ്പെട്ടാൽ പോലും ഒരുപക്ഷെ ഇത് മാറി മറിയാൻ പറ്റുന്ന സാഹചര്യം മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ഇനി അടുത്ത നിസാര വോട്ടിന് ജയിച്ച ഒരു സ്ഥലം, 4ാമത്തെ മണ്ഡലം ആണ് ഈ ചവറ എന്ന് പറയുന്നത്. എന്തായാലും ചവറ RSPയുടെ ഒരു കോട്ടയായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെയാണ് ഇടതുപക്ഷം എന്തായാലും അവർക്ക് കഴിഞ്ഞ തവണ ജയിക്കാൻ സാധിക്കും. 2 മണ്ഡലങ്ങൾ കൂടിയുള്ളൂ. നമ്മൾ ഈ പ്രവചനാതീതമായി പറയുന്നത് ഈ നിസാരമായ വോട്ടിന്റെ കണക്കല്ല, സ്ഥാനാർത്ഥികളുടെ കണക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെയും നിസാരമായ വോട്ട്, എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ചാടാന്ന് പറയുന്നത്. പക്ഷേ ഇനി പറയുമ്പോൾ 2 ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. ഒന്ന് കൊട്ടാരക്കര, മറ്റൊന്ന് പത്തനാപുരവുമാണ്. കൊട്ടാരക്കരയിലേക്ക് വന്നാൽ സിറ്റിംഗ് മന്ത്രിയാണ്, നിലവിലെ MLA ആണ് KN ബാലഗോപാൽ. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ വട്ടവും മത്സരം. അദ്ദേഹത്തോട് ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുത്തത് R രശ്മിയാണ്. പക്ഷേ R രശ്മി ഇത്തവണ BJPക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതിനൊപ്പം തന്നെ വൈക്കൽ സോമനാണ് BJPക്ക് വേണ്ടി. ഇവരൊക്കെ നൽകിയ വോട്ട് ഷെയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ KN ബാലഗോപാൽ 45.98%, അതായത് രുചേഷ് 68,770 വോട്ട് പിടിച്ചു. കോൺഗ്രസ് ആകട്ടെ 57,956 38.75% വോട്ടാണ് അന്ന് കോൺഗ്രസ് നേടിയത്. വൈക്കൽ സോമൻ BJPക്ക് വേണ്ടി 21,223 വോട്ട് നേടി. ഇതിൽ 10,000 മുകളിൽ 10,814 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധേയമാകുന്നത് ആ മണ്ഡലത്തിൽ ഐഷാപോറ്റി. കാരണം ആ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ഒരു നേതാവാണ് ഐഷാപോറ്റി. ഐഷാപോറ്റി 3 തവണ MLA ആയ ആളാണ്. കേരള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ വനിതാ നേതാക്കളിൽ ഒരാളായി നിന്ന ഒരാൾ വളരെ പെട്ടെന്ന്
വിസ്മയം എന്ന വാക്ക് നമ്മൾ ആദ്യമായി കേൾക്കാൻ ആദ്യത്തെ വിസ്മയമാണ് ആദ്യം കേട്ട ഒരാളാണ്. അതുകൊണ്ട് ഐഷ പോറ്റി പോകുന്നു എന്ന് മാത്രമല്ല, ഐഷ പോറ്റിയുടെ വിമർശനം ഒരുപക്ഷെ ഞാൻ ഉണ്ടാക്കിയതിനേക്കാൾ എന്ത് ബാലഗോപാൽ ഉണ്ടാക്കി എന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ബാലഗോപാൽ ഇത്തവണ ടാസ്ക് കൂടുതലാണ്. കാരണം ഐഷ പോറ്റിയേക്കാൾ വിജയിക്കണമെങ്കിൽ, ബാലഗോപാലിന് ഈ MLA സ്ഥാനം നിലനിർത്തണമെങ്കിൽ വെറുതെ ഒന്ന് വിജയിച്ചാൽ പോരാ, ഐഷ പോറ്റി നേടുന്നതിനും ഇരട്ടി വോട്ടെങ്കിലും നേടി വിജയിച്ചാലേ ഒരു ഭൂരിപക്ഷം ഉയർത്താൻ എന്തായാലും ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. കാരണം 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഒരു 20,000 ആക്കണം. കാരണം അത് ഒരുപക്ഷെ CPM-നും വലിയ ഒരു അഭിമാന പോരാട്ടമാണ്. കാരണം ഐഷ പോറ്റിക്ക് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് CPM-നെ സംബന്ധിച്ച്. പക്ഷേ ഐഷ പോറ്റിയെ കൊണ്ടുവന്നതോടെ ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് VD സതീശന് തെളിയിക്കാൻ ഐഷ പോറ്റിയെ ജയിപ്പിക്കുകയും വേണം. അതുകൊണ്ട് കോൺഗ്രസിനും ഒരു അഭിമാന പോരാട്ടം. ഒരുപക്ഷെ മറ്റ് സ്ഥാനാർത്ഥികളെ നമ്മൾ ഇപ്പോൾ തളിപ്പറമ്പിലൊക്കെ പറയുന്നത് പോലെ TK ഗോവിന്ദൻ വന്നപ്പോൾ ഉള്ള പ്രശ്നം പോലെ ആ പ്രാദേശിക തലത്തിലുള്ള വിഷയമൊന്നും കൊട്ടാരക്കരയിൽ വ്യാപകമായി ഉള്ള തരത്തിൽ ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഐഷ പോറ്റി നേരിട്ട് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വന്നതായിരുന്നില്ല. ഐഷ പോറ്റി ഇതിനു മുൻപേ തന്നെ പാർട്ടിയിലേക്ക് വരികയായിരുന്നു. പാർട്ടിയിലേക്ക് വന്ന് ആദ്യത്തെ വിസ്മയം നടത്തി അതിനുശേഷം അവരെ സ്ഥാനാർത്ഥിയായി. ഇനിയിപ്പോ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലം കൂടി ഇനിയിപ്പോ നമ്മൾ ഇഞ്ചോടിഞ്ചിൽ പറയുന്നുള്ളൂ. അതും ഇതേപോലെ പറയുന്ന ഒരു ട്രയാങ്കിൾ ഫൈറ്റ് നടക്കുന്ന KB ഗണേഷ് കുമാറിന്റെ പത്തനാപുരമാണ്. അപ്പോൾ പത്തനാപുരത്തേക്ക് കഴിഞ്ഞ വട്ടവും KB ഗണേഷ് കുമാർ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് ബിക്ക് വേണ്ടി 67,267 വോട്ടായിരുന്നു അദ്ദേഹത്തിന്. 49.09% ഇത്തവണയുള്ള അതേ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു എന്നത് എടുത്തു പറയണം. 38.63% വോട്ടായിരുന്നു ജ്യോതികുമാർ കഴിഞ്ഞ തവണ നേടിയത്. BJPക്ക് ജിതിൻ ദേവ് ഇത്തവണ സ്ഥാനാർത്ഥിയാണ്, പക്ഷേ ഈ മണ്ഡലത്തിലല്ല എന്ന് മാത്രം. അദ്ദേഹം 9.05% വോട്ടാണ് നേടിയത്. അവിടെയും 14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സാഹചര്യങ്ങളാണ് അവിടെ പ്രധാനമായി. ഇപ്പോൾ പോലും ഇന്നത്തെ മുഖ്യമന്ത്രി പോലും ന്യായീകരിക്കേണ്ടി വന്നു ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കാര്യം. അത് ആ വിവാദം അടങ്ങിയിട്ടില്ല, പക്ഷേ അത് എത്രമാത്രം ആ പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയായോ, അതൊരു കുടുംബ പ്രശ്നമായിട്ട് ഒതുങ്ങുമോ? ഒരുപക്ഷെ ഗണേഷ് കുമാറിന്റെ ഭാര്യ വന്ന് സംസാരിച്ചതോടെയാണ് ആ വിവാദത്തിന് ഒന്ന് അണഞ്ഞ അർത്ഥം. പക്ഷേ ഇപ്പോഴും ആ പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അതിനപ്പുറം, ഈ പ്രശ്നത്തെക്കാൾ അപ്പുറം നമ്മൾ ഈ പറയുന്ന പോലെ ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ ഒരു സ്വാധീനമുണ്ട്, ഒരു ജനകീയ മുഖമുണ്ട്. 2001 മുതൽ കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പിലും പത്തനാപുരം വിജയിപ്പിച്ചത് ഒരൊറ്റ ആളിനെ മാത്രമാണ്, KB ഗണേഷ് കുമാറിനെ മാത്രമാണ്. ഒരുപക്ഷെ 9,000-ഓ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ നേടിയ പോലെ 14,000 ഒക്കെ ആയിരിക്കാം. പക്ഷേ 2001 മുതൽ KB ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ട്. അത് ഏത് മത്സരിക്കുമ്പോഴും വിവാദങ്ങളും ഉണ്ടായിരുന്നു. മുന്നണികൾ മാറുന്നുമുണ്ട്. മുന്നണികൾ മാറുമ്പോഴും ഈ പ്രശ്നം മുന്നണികൾ മാറുന്നു, വിവാദങ്ങളുടെ തോടനാണ്. പക്ഷേ എങ്കിലും പത്തനാപുരത്തിന് ഒരേ ഒരു MLA ഉണ്ടായിരുന്നുള്ളൂ. ആ MLA ഗണേഷ് കുമാർ തുടരുമോ ഇല്ലയോ എന്ന് വേണം അറിയാൻ. തീർച്ചയായും ഈ പൊതുചിത്രമൊക്കെ നമ്മൾ കണ്ടു. ഇനി അവിടെ മണ്ഡലത്തിൽ ഉള്ള നമ്മുടെ ഷമീർ അബ്ദുൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏത് അർത്ഥത്തിലാണ് ഈ കൊല്ലം പ്രതികരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഷമീർ ചേരുകയാണ്. ഷമീർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ 9-2 എന്ന സ്കോർ കണ്ടുകൊണ്ട് നമുക്ക് ഈ കൊല്ലത്തെ അങ്ങ് വിലയിരുത്താൻ പറ്റില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 6 മണ്ഡലങ്ങളെങ്കിലും കൊല്ലത്തുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെയും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് എല്ലാ മുന്നണികളും ഇറക്കിയിരിക്കുന്നത്. എന്താണ് കൊല്ലത്തെ പൊതു സാഹചര്യം? രുചീഷ്, UDFന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് 6 സീറ്റുകൾ വരെ അവർ നേടുമെന്നാണ് അവരുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. അതിൽ നേരത്തെ പറഞ്ഞ കുണ്ടറയുണ്ട്, ഒപ്പം തന്നെ അത് കരുനാഗപ്പള്ളിയുണ്ട്, ഒപ്പം കൊല്ലം സീറ്റിൽ ബിന്ദു കൃഷ്ണ വിജയിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ചവറ സീറ്റ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ഐഷ പോറ്റി മത്സരിക്കുന്ന കൊട്ടാരക്കര സീറ്റ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വളരെ വിസ്മയമെന്ന് പറയാം, ഈ കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിൽ പോലും ഇല്ലാതെ നേരത്തെ രുചീഷും സേതുലക്ഷ്മിയും പറഞ്ഞതുപോലെ 25 വർഷമായി ഈ KB ഗണേഷ് കുമാറിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന പത്തനാപുരം മണ്ഡലം ഇത്തവണ ജ്യോതികുമാർ ചാമക്കാല സ്വന്തമാക്കും എന്നാണ് അവിടെ നിന്നുള്ള വിലയിരുത്തൽ വരുന്നത്. അത്രത്തോളം വലിയ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനാപുരം നിയോജക മണ്ഡലം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം തന്നെ പരിശോധിക്കാം. കൊല്ലത്ത് വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മുകേഷ് വിജയിക്കുന്നത്. അതേ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ 5 വർഷത്തോളം അവിടെ പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. ആ ബിന്ദു കൃഷ്ണ വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ചെത്തുകയാണ്. അതുകൊണ്ട് ബിന്ദു കൃഷ്ണയ്ക്കാണ് സാധ്യത കൂടുതലെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഒപ്പം തന്നെ എതിരാളിയായി വന്നിരിക്കുന്നയാൾ S ജയമോഹൻ, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു കൊണ്ട് തന്നെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയ മനുഷ്യനാണ്. ഒപ്പം തന്നെ കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. അങ്ങനെ തൊഴിലാളി
സമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് എതിരായി മത്സരിക്കാൻ വരുന്നത്. അതുകൊണ്ട് ജയമോഹനും മോശക്കാരനായ സ്ഥാനാർത്ഥിയല്ല. ഒപ്പം തന്നെ NDAയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപനെയാണ് NDA അവിടെ മത്സരിപ്പിക്കുന്നത്, BJP കാൻഡിഡേറ്റായി മത്സരിപ്പിക്കുന്നത്. ഈ ഡോക്ടർ പ്രതാപനെ അപേക്ഷിച്ച് ഡോക്ടർ പ്രതാപൻ ആരോഗ്യ മേഖലയിൽ, ഹൃദയ ശസ്ത്രക്രിയ മേഖലയിൽ വളരെയധികം പ്രാവീണ്യം നേടിയ ഡോക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് ആദ്യമായിട്ടാണ് അദ്ദേഹം ചുവടുവെക്കുന്നത്. അതുകൊണ്ട് NDAയ്ക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ് NDA അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിലവിൽ NDAയിൽ നിന്ന് ഒരുപാട് പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ആ പേരുകളൊന്നും പരിഗണിക്കാതെ പാർട്ടിക്ക് പുറത്തുനിന്ന് ഒരാളെ ഇറക്കി എന്നൊരു നെഗറ്റീവ് മാത്രമാണ് NDAയ്ക്ക് കൊല്ലത്തുള്ളത്. ഒപ്പം എടുത്തു പരിശോധിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ഇരവിപുരം നിയോജക മണ്ഡലം. ഇരവിപുരത്ത് നമുക്കറിയാം M നൗഷാദ് കഴിഞ്ഞ 2 ടേമിലും അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്നയാളാണ് M നൗഷാദ്. നൗഷാദിൻ്റെ ഭൂരിപക്ഷം പരിശോധിച്ച് നോക്കുമ്പോൾ 28,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നൗഷാദ് 2 ടേമിലും വിജയിക്കുന്നത്. പക്ഷേ അവിടെ എതിർഭാഗത്ത് വരുന്നത് RSP ആണ്. RSPയുടെ ASCനെ അവിടെ പരാജയപ്പെടുത്തുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തി നൗഷാദ് മുന്നേറുന്നത്. ആ നൗഷാദ് തന്നെയാണ് ഇത്തവണ അവിടെ നിൽക്കുന്നത്. ഒപ്പം നൗഷാദിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി RSP ഇറക്കിയിരിക്കുന്നത് വിഷ്ണു മോഹൻ എന്ന യുവ സ്ഥാനാർത്ഥിയാണ് അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കൂടിയിട്ടുണ്ടോ UDFന്? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ യുവാക്കളെയും പ്രത്യേകിച്ച് വനിതകളെയും ഒക്കെ കൂടുതൽ അവസരം കൊടുത്തു, വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുത്തു. ആ അർത്ഥത്തിലൊരു നീക്കം അത് ഫലം കണ്ടു. ആ ഒരു വിജയം കൂടുതൽ ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ടോ? അല്ല, അതിനൊപ്പം തന്നെ RSPയുടെ ഒരു കാര്യം കൂടിയുണ്ട്. RSPക്ക് ഇത്തവണ ജയിക്കണം, എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും RSPക്കും ജയിക്കണം. RSPക്ക് സേതുലക്ഷ്മി പറഞ്ഞ പോലെ ജീവൻ മരണ പോരാട്ടമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായി നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്തൊരു പാർട്ടിയാണ് RSPക്ക് ഒരു MP മാത്രമാണ് ഉള്ളത്, അത് NK പ്രേമചന്ദ്രനാണ്. അതിനുശേഷം അതായത് RSP എന്ന് ഇടതുമുന്നണി വിട്ടോ അന്ന് മുതൽ RSPക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല എന്നൊരു വാസ്തവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തവണ അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റാണ് കുന്നത്തൂർ സീറ്റ്. കുന്നത്തൂർ സീറ്റിൽ അവർ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് അവിടെ വിജയിച്ചത്. അതുകൊണ്ട് ആ സീറ്റിൽ വലിയ പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോവൂർ കുഞ്ഞുമോൻ്റെ ജനകീയത, അതുകൊണ്ട് കോവൂർ കുഞ്ഞുമോനെ ഇത്തവണ വീണ്ടും LDF അവിടെ പരീക്ഷിക്കുകയാണ്. നേരത്തെ സോമപ്രസാദിനെ മത്സരിപ്പിച്ച് CPM ചിഹ്നത്തിൽ സോമപ്രസാദിനെ അവിടെ മത്സരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ സോമപ്രസാദിനെ മാറ്റി സോമപ്രസാദ് മത്സരിക്കേണ്ടതില്ല, കോവൂർ കുഞ്ഞുമോൻ തന്നെ മത്സരിക്കട്ടെ. കോവൂർ കുഞ്ഞുമോൻ്റെ പ്രത്യേകത എല്ലാ കല്യാണ വീടുകളിലും എല്ലാ മരണ വീടുകളിലും ജനങ്ങളുടെ സാധാരണക്കാരൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ മത്സരിക്കണമെന്ന് വിചാരിച്ച് രണ്ട് RSPകൾ തമ്മിൽ അവിടെ മത്സരിക്കുന്നു. അത് 2 ബന്ധുക്കളാണ്, കോവൂർ കുഞ്ഞുമോനും ഉല്ലാസ് കോവൂരും വളരെ അടുത്ത ബന്ധുക്കളാണ്. അപ്പോൾ അവർ രണ്ടുപേരാണ് അവിടെ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ചവറ സീറ്റിൽ ഷിബു ബേബി ജോൺ. നമുക്കറിയാം ബേബി ജോണിൻ്റെ തട്ടകമാണ്, RSPയുടെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ചവറയിൽ 10 വർഷമായി ഷിബു ബേബി 2 ടേമിൽ ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ വളരെ തുച്ഛമായ വോട്ടിനാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെടുന്നത്. അതിങ്ങനെ കോർപ്പറേഷൻ മേഖലയിലേക്ക് വോട്ടെണ്ണുമ്പോഴാണ് ഷിബു ബേബി ജോൺ ഏതാണ്ട് 1000-ൽ-അധികം വോട്ടുകൾക്ക് താഴെയായി അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇത്തവണ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ ഒരു മുതലാളി വ്യവസായിയായ വിജയൻ പിള്ളയുടെ മകൻ, അദ്ദേഹം മരിച്ചുപോയി, അവിടെ മക്കൾ പോരാട്ടമാണ് ഉള്ളത്. അവിടെ ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോണും ഒപ്പം തന്നെ വിജയൻ പിള്ളയുടെ മകൻ സുജിത് വിജയൻ പിള്ളയുമാണ് മത്സരിക്കുന്നത്. അപ്പോൾ സുജിത് വിജയൻ പിള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്ത് കടുത്ത മത്സരത്തിന് രംഗത്തുണ്ട്. അതുപോലെ ബേബി ജോണിൻ്റെ ഭാര്യയും ഇത്തവണ പ്രചരണത്തിന് ഇറങ്ങുന്നു. ഒപ്പം തന്നെ സുജിത് വിജയൻ പിള്ളയുടെയും വിജയൻ പിള്ളയുടെ ഭാര്യയും ഈ പ്രചരണ രംഗത്ത് കടുത്തൊരു പോരാട്ടം ചവറയിൽ നടക്കുന്നു. അതേപോലെ തന്നെയാണ് കൊല്ലത്ത് നേരത്തെ പറഞ്ഞതുപോലെ പോരാട്ടം നടന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പത്തനാപുരമാണ്. പത്തനാപുരം അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ പറയുന്നത്. ഷമീർ, എങ്ങനെയാവും കൊല്ലം ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? 9-2 എന്ന് പറയുന്നത് ഇപ്പം ഷമീർ പറഞ്ഞ പോലെയാണെങ്കിൽ 6 പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഭരണത്തിലേക്ക് UDFന് വരണമെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തെയും ഒക്കെ നമ്മൾ പറഞ്ഞാൽ പത്തനംതിട്ട കൂടി ആ അർത്ഥത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് നേരത്തെ വിലയിരുത്തിയിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് സീറ്റുകൾ വേണം. പ്രത്യേകിച്ച് നമുക്കറിയാം 42 സീറ്റാണ് കയ്യിലുള്ളത്. ഈ കേവല ഭൂരിപക്ഷം എത്തണമെങ്കിൽ തന്നെ ഒരു 29 സീറ്റ് കൂടി കയ്യിൽ വേണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്, നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു, നമ്മൾ ഈ CPM-നേക്കാളും ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ പ്രധാനം എന്ന് പറയുന്ന കോൺഗ്രസ്. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ലെവൽ എങ്ങനെയാണ്? ഈ നമ്മൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചു, ഇടത് കോട്ടകൾ എന്ന്
പറയുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ അപ്രതീക്ഷിതമായി ഈ പാഞ്ഞു കയറി വലിയ നേട്ടം ഉണ്ടാക്കിയതായിരുന്നു കോൺഗ്രസ്. അപ്പം അത് നമുക്ക് ആൽവിനോട് ചോദിക്കാം. ആൽവിൻ, ഗുഡ് ഈവനിങ്. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോര് കൊണ്ട് നശിച്ചു പോയ രണ്ടിടങ്ങളാണ്, ഒന്ന് കൊല്ലവും ഒന്ന് ആലപ്പുഴയും. കൊല്ലത്തൊക്കെ ഈ പോകുന്നതേ ഗ്രൂപ്പ് പേരിലാണ്. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു വലിയൊരു എഡ്ജ് ഉണ്ട്. അത് നിയമസഭയിൽ തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ നമ്മൾ വിശദമായിട്ട് ആ ജില്ല പരിശോധിക്കുമ്പോൾ നേരിയ വോട്ട് വ്യത്യാസമേ ഉള്ളൂ. പലയിടത്തും 1000-2000 വോട്ടിന്റെയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അതൊക്കെ മറികടക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇപ്പോഴും പാർട്ടിക്കുണ്ട്, അവിടുത്തെ നേതാക്കൾക്കൊക്കെയും ഉണ്ട്. എടുത്തു പറയേണ്ടത് മറ്റ് പല സ്ഥാനാർത്ഥി നിർണയത്തിലും വലിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. പക്ഷേ കൊല്ലത്ത് പൂർത്തിയാക്കാൻ തീർച്ചയായും അത് പറ്റി എന്നുള്ളത് പ്രധാനപ്പെട്ട നേതാക്കൾ ഇറക്കി എന്നത് മാത്രമല്ല, അത് പാർട്ടിക്ക് തീരുമാനമുണ്ട്, ഇത് ഇവിടെ പിടിച്ചെടുക്കേണ്ടതാണ്. അതൊരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുൻകൂട്ടി തന്നെ തീരുമാനം ഉണ്ടായതുപോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചു. എങ്ങനെയാണ് ആൽവിൻ? ഗുഡ് ഈവനിങ്. തീർച്ചയായും സേതു, രജീഷ് പറഞ്ഞതുപോലെ തന്നെ അതിലേറ്റവും പ്രധാനം അതുതന്നെയാണ്. ഈ കഴിഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൊല്ലത്ത് 7 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് എങ്കിൽ 6 സീറ്റിൻ്റെയും പ്രഖ്യാപനം ആദ്യത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു സീറ്റ് മാത്രമാണ് ഒഴിച്ചിട്ടാണ് അന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും ഒടുവിൽ അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായത് ചടയമംഗലം സീറ്റാണ്. ചടയമംഗലമാണ് രണ്ടാമത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കം വളരെ കൃത്യമാണ് കോൺഗ്രസിന് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗ്രൂപ്പ് പോരിൻ്റെയൊക്കെ പേരിൽ നഷ്ടപ്പെട്ട ഒരു ജില്ലയാണ് കൊല്ലം. അത് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. നമുക്കറിയാവുന്നതുപോലെ 2016 ഒറ്റ MLA മാർ പോലും ഇല്ലാതിരുന്ന കൊല്ലം മണ്ഡലമായിരുന്നു. 2021 വന്നപ്പോൾ അത് കുണ്ടറ വഴിയിൽ PC വിഷ്ണുനാഥ് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി മഹേഷും പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 2 MLA മാരെ കഴിഞ്ഞ തവണ കിട്ടിയെങ്കിൽ ഇത്തവണ കോൺഗ്രസ് വളരെ ഉറച്ചു വിശ്വസിക്കുന്നത് ഏതാണ്ടൊരു 5 മുതൽ 6 സീറ്റുകൾ വരെ കൊല്ലത്ത് ലഭിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെയും നടത്തിയിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെയാണ്, പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഐഷ പൊറ്റിയുടെ കൊട്ടാരക്കര. ഐഷ പൊറ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ജയൻ കില്ലറായിരുന്നു ഐഷ പൊറ്റി. LDF-ൽ ബാലകൃഷ്ണപിള്ള എന്ന വലിയ ഒരു നേതാവിനെ തോൽപ്പിച്ച് വന്ന ഒരാളാണ് ഐഷ പൊറ്റി ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ഐഷ പൊറ്റിക്ക് ആ മണ്ഡലം വളരെ കൃത്യമായി തന്നെ അറിയാം എന്നത് കോൺഗ്രസ് വിലയിരുത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐഷ പൊറ്റി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സ്വാഗതം ചെയ്ത് കോൺഗ്രസിലേക്ക് എത്തിക്കുകയും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലമാണ് പത്തനാപുരം. പത്തനാപുരം മണ്ഡലത്തിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം ഫ്ലെക്സ് അടിച്ച കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയാണ്. അത്രത്തോളം ഉറപ്പ് ആ സീറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ പാർട്ടി നൽകിയിരുന്നു. ജ്യോതികുമാർ ചാമക്കാല ആദ്യം തന്നെ ഫ്ലെക്സ് അടിച്ച് തെരഞ്ഞെടുപ്പിന് രംഗത്തേക്ക് സജീവമാകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജ്യോതികുമാർ ചാമക്കാല വലിയ വെല്ലുവിളി തന്നെ ഇത്തവണ ഗണേഷ് കുമാറിനെ ഒരുക്കും എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷയായി പറയുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ 2 പേർ, PC വിഷ്ണുനാഥും അതോടൊപ്പം തന്നെ CR മഹേഷും. അതൊരു ഉറച്ച മണ്ഡലം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇത്തവണയും അത് കാണുന്നത്. വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ തവണ PC വിഷ്ണുനാഥ് 1000 ചില്ലാനും വോട്ടുകൾക്ക് മാത്രമാണ് മുന്നേറാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ അത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം CR മഹേഷിന് കഴിഞ്ഞ തവണ ഏതാണ്ട് 18,000-ലധികം വോട്ടുകൾ LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും ആ ജില്ലയിൽ നേടിയെടുക്കാൻ കരുനാഗപ്പള്ളിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു നേതാവാണ് CR മഹേഷ് എന്ന് പറയുന്നത്. അവിടെ വളരെ ആളുകളുമായി, സാധാരണക്കാരുമായി വളരെ ബന്ധമുള്ള ഒരു ആളാണ് CR മഹേഷ്. അതുകൊണ്ട് തന്നെ CR മഹേഷിന് ഇത്തവണ മിന്നും വിജയം തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സൂരജ് രവി ചാത്തന്നൂരിലേക്ക് വരികയാണെങ്കിൽ സൂരജ് രവി കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം മണ്ഡലത്തിൽ വളരെ സജീവമായി തന്നെ നിലകൊണ്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ മണ്ഡലത്തിൽ വളരെ സജീവമായി നിന്ന് പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി ഇത്തവണ അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് VD സതീശൻ പറഞ്ഞ ഒരു ഫോർമുല ഉണ്ടല്ലോ, അതായത് അതിൽ ന്യൂനപക്ഷങ്ങളുണ്ട്, അതോടൊപ്പം യുവതികളുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗമുണ്ട്. ആ അർത്ഥത്തിലൊക്കെ പല കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറിയൊക്കെ ഒരു തരത്തിൽ പൂർത്തീകരിച്ച ഒരു സ്ഥലം എന്നത് കൂടി ഉണ്ട് ഒരുപക്ഷെ കൊല്ലത്തിന്. ആ അർത്ഥത്തിലാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക. നിശ്ചയമായും അത്തരം മേഖലകൾ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അത്തരം മേഖലകളുണ്ട്. തീരദേശ മേഖലയുണ്ട്, അല്ലെങ്കിൽ മറ്റ് സമവാക്യങ്ങൾ, ജാതി സമവാക്യങ്ങൾ വരുന്ന മറ്റ് മേഖലകളൊക്കെ ഉണ്ട്. ആ മേഖലയിലൊക്കെ വളരെ കൃത്യമായി തന്നെ നേരത്തെ കൂട്ടി തന്നെ ഈ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലവും നേരത്തെ കൂട്ടി തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു എന്നുള്ളതാണ് കൊല്ലത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റ് ജില്ലകളിലൊക്കെ പലയിടങ്ങളിലും തർക്കം രൂപീകരിച്ച് ഉണ്ടായിരുന്നപ്പോൾ കൊല്ലം നേരത്തെ തന്നെ അത് കൃത്യമായി പട്ടിക തയ്യാറാക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായി UDF-ഉം കോൺഗ്രസും കണക്കുകൂട്ടുന്ന ഒന്നെന്ന് പറയുന്നത് മധ്യ
കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ പിന്നെ അടുത്തത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പണിയെടുക്കണം എന്നുള്ളത് താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തകരിലേക്ക് ഇറങ്ങി പണിയെടുക്കണം എന്നുള്ളത് നിർദ്ദേശം നൽകിയിരുന്നത് കൊല്ലവും ആലപ്പുഴയും തൃശ്ശൂരുമാണ്. അതിൽ തന്നെ കൊല്ലത്ത് വലിയ തോതിൽ അവിടുത്തെ ഒരു സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം അത് കോൺഗ്രസിനുണ്ട്. അത് കോൺഗ്രസിന് കൂട്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമാകും ഈ കൊല്ലം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൊല്ലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഇത്തവണത്തെ വലിയ. താങ്ക് യു ആൽവിൻ, താങ്ക് യു. ഈ പറഞ്ഞതുപോലെ ആൽബിൻ ഈ പറഞ്ഞതുപോലെ വളരെ പ്രധാനമായും ഈ കോൺഗ്രസ് ഈ അർത്ഥത്തിൽ കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം അവർക്ക് വിജയിക്കാൻ ഈ 6 നമ്പർ 6ലേക്ക് എത്തിയില്ലെങ്കിൽ കൂടി ഒരു 4 സീറ്റെങ്കിലും കിട്ടാതെ ഈ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കണക്ക് നോക്കുമ്പോൾ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തണം, അത് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ 14 ജില്ലകളിൽ നിന്നും പിന്നെ മാത്രമല്ല രജീഷ്, നമ്മളിപ്പോ കൊല്ലത്തെ കുറിച്ച് പറയുന്ന കൊല്ലം ഒരു ഇടത് കോട്ടയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ CR മഹേഷും അതേപോലെ PC വിശ്വനാഥും അത് തെളിയിക്കുന്ന ഒരു കാര്യം, വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം എന്നുള്ളതാണ്. അപ്പം ആ സീൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഊർജ്ജം എക്സ്ട്രാ ഉണ്ട്, പ്രത്യേകിച്ച് കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്നുള്ള ഒരു അപ്പൊ കൊല്ലം ഇത്തവണ ആരുടെ കോട്ട നിലനിർത്തുമോ അതോ ഈ മാറി ചിന്തിക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്നറിയേണ്ടതാണ്. ഇനി കൃത്യം 14 ദിവസമേ ഉള്ളൂ.